ഗൈസ്, സ്വന്തമായി ആദ്യമായി ഉണ്ടാക്കിയ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് പറയുന്നത്. ശരിക്കും അർമേനിയയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആ പാചകത്തിൻ്റെ കഴിവ് ഞാനങ്ങ് പുറത്തിറക്കിയത്. ഗൈസ്, ഈ ഒരു ഫിഷ് കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാവോ? ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഫിഷ് ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് കാരണം നല്ല ക്രീവിങ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോഴാണ് ലാസ്റ്റായിട്ട് ഫിഷ് ഐറ്റം തന്നെ കഴിച്ചത്. അപ്പോൾ ടൈം എടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ കൊച്ചിന് എന്താ അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ എന്നൊക്കെയല്ലേ? പക്ഷേ അർമേനിയയിൽ ഞങ്ങൾക്ക് സീ ഫിഷിനെക്കാളും പുഴമീനായിരിക്കും കൂടുതലും കിട്ടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനൊക്കെ കിട്ടും, പക്ഷേ അതൊക്കെ ഫ്രോസൺ ആയിരിക്കും. സോ എനിക്ക് ഫ്രോസണിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഫിഷ് കറിയിൽ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഇവിടുത്തെ മീൻ പുഴമീനായതുകൊണ്ട് പെട്ടെന്ന് ഇതിന് പൊടിഞ്ഞു പോകും. ഇപ്പം വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാനാണ്. നേരത്തെയൊക്കെ ഞങ്ങൾ ഹൗസ് മേറ്റ്സ് ചേർന്ന് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ 4 പേരാണ്. ഞാനും പപ്പയും അമ്മയും പിന്നെ എൻ്റെ അനിയത്തി. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തെന്നാൽ ഇവരെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. മിക്ക വീടുകളിലും അമ്മമാരായിരിക്കുമല്ലേ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ബെസ്റ്റ് ഷെഫ് എൻ്റെ പപ്പയാണ്. എന്ന് പറഞ്ഞ് അമ്മ കുക്ക് ചെയ്യത്തില്ല എന്നല്ല കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നേരത്തെയൊന്നും കുക്കിങ്ങിലോട്ട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. പണ്ടൊക്കെ ഒത്തിരി പ്രാവശ്യം അമ്മ പറഞ്ഞിട്ടുണ്ട് അനിയത്തിയെ കണ്ട് പഠിക്കാൻ. കാരണം അനിയത്തി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുവേ. പിന്നെ ഇപ്പം എന്തായാലും ഫുഡ് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. ഫുഡ് ഉണ്ടാക്കിയാലേ എനിക്ക് എന്നെ കഴിക്കാനും പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ഡിഫറെൻറ്റ് ഐറ്റം ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇഷ്ടപ്പെട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റും കൂടുന്നുണ്ട്. അതേപോലെ എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ട് MBBS ഒക്കെ വിട്ടിട്ട് കുക്കിങ്ങിലോട്ട് ഇറങ്ങാൻ. പിന്നെ ഡോക്ടർ ആകില്ല എന്ന് പേടിച്ചാണോ വ്ളോഗ് തുടങ്ങിയേ? അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇതിലൊന്നും ഒട്ടും പെർഫെക്റ്റ് അല്ല, പക്ഷേ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ 3SD ഉപയോഗിക്കണം. സജഷൻ, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.